ഏറെ ദുരൂഹതകൾ നിറഞ്ഞതാണ് സജിയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. പ്രത്യേകിച്ചും ഇരട്ട കൊലപാതകത്തിന് ശേഷമാണ് ഈ വീട്ടുമായി ബന്ധപ്പെട്ട് നടന്ന വിവിധ കാര്യങ്ങളെ കുറിച്ചുള്ള ദുരൂഹതകളും ആരോപണങ്ങളും നാട്ടുകാർ സംശയങ്ങളും ഒക്കെ പുറത്തേക്ക് വരുന്നത്. അതായത് കഴിഞ്ഞ ഏപ്രിൽ 4-ലാണ് ഇത്തരത്തിൽ ഇരട്ട കൊലപാതകങ്ങൾ അമ്മയെയും സ്വന്തം സഹോദരനെയും സജി കൊലപ്പെടുത്തുന്നത്. പിന്നീട് ദിവസങ്ങളോളം ഈ വിവരം പുറലോകം അറിഞ്ഞില്ല. 2 ദിവസം ഇയാൾ മൃതദേഹങ്ങൾ ഗ്രീൻ നെറ്റിൽ പൊതിഞ്ഞ് വീടിനുള്ളിൽ സൂക്ഷിച്ചു. അതിനുശേഷമാണ് വീടിന് സമീപം കുഴിയെടുത്ത് മറവ് ചെയ്തത്. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം റെജിയെ കാണാതെ നാട്ടുകാർ സംശയം പ്രകടിപ്പിക്കുകയും തുടർന്ന് നടന്ന ഒരു അന്വേഷണത്തിലാണ് ഈ സജിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. പിന്നീട് ഒളിവിൽ പോയ സജിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. എന്തായാലും ഈ വിഷയത്തിൽ ശക്തമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നടന്നിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത് ഈ വിഷയമായി ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനാണ്. അതായത് സജി കുഴി എടുക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന മൺവെട്ടി അടക്കമുള്ള ആയുധങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഒപ്പം സജിയുടെ മൊബൈൽ ഫോൺ കണ്ടെത്തേണ്ടതുണ്ട്. സജി മൊബൈൽ ഫോൺ ഈ ഒളിവിൽ കഴിഞ്ഞ സമയത്ത് മലമുകൾ ഉപേക്ഷിച്ചു എന്നാണ് പോലീസിനോട് മൊഴി നൽകിയിരിക്കുന്നത്. ഇത് കണ്ടെത്താനുള്ള നടപടികൾ സ്വീകരിക്കും. ഒപ്പം മറ്റ് കേസുകൾ സംബന്ധിച്ചും, അതായത് സജിയുടെ പിതാവ് 2018-ലാണ് ഇവിടുന്ന് നാട് വിട്ടു പോയതായാണ് ഉള്ള പരാതിയുള്ളത്. അതായത് 2018-ൽ ഇയാൾ ഇവിടുന്ന് സഹോദരി ഇയാളുടെ ഇളയ മകളെ കാണുന്നതിന് അവരുടെ ചികിത്സാ ആവശ്യങ്ങൾക്കായി കട്ടപ്പന വെള്ളയാങ്കുടിയിലേക്ക് പോവുകയായിരുന്നു എന്ന് വിളിച്ചുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പിന്നീട് ഇയാൾ വീട്ടിലേക്ക് തിരികെ എത്തിയിട്ടില്ല. തുടർന്ന് റെജി, അതായത് മൂത്ത മകൻ, പരാതി നൽകിയിരുന്നെങ്കിൽ പോലും കൃത്യമായ ഒരു തെളിവ് ശേഖരിക്കാൻ പോലീസിന് സാധിച്ചില്ല. നെടുങ്കണ്ടത്തിൽ നിന്ന് ഇയാൾ ബസ്സിൽ കയറിപ്പോയി എന്നൊക്കെ സൂചനയൊക്കെ ഉണ്ടായെങ്കിൽ പോലും അതിന് ആനുപാതികമായ തെളിവ് ശേഖരിക്കാൻ സാധിച്ചില്ല. തുടർന്ന് ഈ കേസ് അന്വേഷണം താൽക്കാലികമായി അവസാനിപ്പിക്കുകയായിരുന്നു. തുടർന്ന് വീട്ടുകാരുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നോ നാട്ടുകാരുടെ ഭാഗത്തു നിന്നോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങളും അല്ലെങ്കിൽ ചോദ്യം ചെയ്യലും ഒന്നും ഉണ്ടാകാതെ വന്നതോ ഈ കേസിന്റെ അന്വേഷണം പാതിവഴിയിൽ നിലയ്ക്കുന്നതിന് കാരണമായി. എന്തായാലും ഇരട്ട കൊലപാതകത്തെ തുടർന്ന് ഈ വിഷയത്തിലും സജിക്ക് പങ്കുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം പോലീസ് നടത്തി വരുന്നുണ്ട്. ഇത് കൂടാതെ ഇവരുടെ ബന്ധുവായ 2 സ്ത്രീകളെ ഇയാൾ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന് തുടങ്ങിയുള്ള ആരോപണങ്ങളും നിലവിൽ ഉയർന്നു വരുന്നുണ്ട്. മറ്റൊരു കേസിൽ മുൻപ് വേറൊരു സജിയെ കേന്ദ്രീകരിച്ച് അന്വേഷണമൊക്കെ നടത്തിയിരുന്നു. എന്നാലും ആ കേസും കൃത്യമായ തെളിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. സജിയിലേക്ക് എത്താതെ തന്നെ കേസുകൾ തേഞ്ഞുമാഞ്ഞു പോകുന്ന അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് എത്താതെ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്.